ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ പുണ്യമുള്ള രാവാണ് എന്ന് പറഞ്ഞു. ഇത് എന്നാണ് എന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. ഇതെന്നാന്നെന്തേ പറയാതിരുന്നത്? എന്നാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഉറപ്പ് പറയണമെങ്കിൽ റമദാൻ മാസത്തിൽ ഒരു രാത്രി, അതാണ് ഉറപ്പ്. പിന്നെ 90% സാധ്യത അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകൾ. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ കിടപ്പ്. അതില് 21 അഭിപ്രായപ്പെട്ടവരുണ്ട്. എല്ലാ കൊല്ലവും 21 രാവാണ്, എല്ലാ കൊല്ലവും 23 എല്ലാ കൊല്ലവും 25 എല്ലാ കൊല്ലവും 27 എല്ലാ കൊല്ലവും 29 ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞവരുണ്ട്. അതൊക്കെ നിഗമനങ്ങളാണ്. ആദ്യമേ പറയുന്നു, എല്ലാം നിഗമനങ്ങളാണ്. ഒന്നുപോലും ഉറപ്പിച്ച തീർപ്പ് കൽപ്പിച്ച ശബ്ദങ്ങളല്ല, നിഗമനങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ 27 പറഞ്ഞു. നമ്മളെ നാട്ടിലൊക്കെ 27 ജോറ് അല്ലേ, 25 രാവിന് ലൈലത്തുൽ ഖദർ തന്നെയാണ്. നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടുന്നത്. പ്രബലമായ അഭിപ്രായ പ്രകാരം അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലാണ് നമ്മളിത് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെ ഓരോ കൊല്ലത്തിലും മാറിക്കളിക്കാം. അങ്ങനെയൊക്കെ ഉള്ളതെങ്കിൽ 27 അങ്ങോട്ട് തറപ്പിച്ച് പറയാൻ അങ്ങനെ പറഞ്ഞവരുണ്ട്, അങ്ങനെ നിഗമനത്തിലെത്തിയവരുണ്ട്. അപ്പൊ ആ നിഗമന പ്രകാരം നമ്മളെ നാട്ടിലും അതിന് വലിയ പ്രാധാന്യം കിട്ടി. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വലിയ ബുദ്ധിയുള്ളയാളാണ്. മഹാനവർകൾ 27 അത് എന്നൊരു അഭിപ്രായം പറഞ്ഞു. അതിന് അദ്ദേഹം കൊണ്ടുവന്ന തെളിവ്, അദ്ദേഹം ചിലത് നേരത്തെ നമ്മൾ പറഞ്ഞപ്പെട്ടത് അതൊക്കെ കേട്ടോ, വരികളല്ല, വരികൾക്കിടയിലുള്ളത് വായിക്കുന്ന രൂപമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഖുർആനിൽ ഇത് പറഞ്ഞപ്പോൾ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രിയിലാ ഖുർആൻ ഇറക്കിയത് എന്ന് പറഞ്ഞു. പിന്നീട് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. എന്തിനാ അങ്ങനെ പറയുന്നത്? അറബി ഭാഷ അറിയുന്ന ഒരാൾക്ക് അതൊരു അരോചകമായിട്ട് തോന്നും. അതിന്റെ ആവശ്യമല്ലല്ലോ, അതൊരു അനാവശ്യ ശൈലിയല്ലേ എന്ന് തോന്നിപ്പോകും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ പിന്നെ വമാ അദ്റാക മാ ഹി എന്ന് ചോദിച്ചാൽ മതി. ലൈലത്തുൽ ഖദർ എന്ന് ആദ്യം പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അത് എന്ന് പറഞ്ഞാൽ മതി. ലൈലത്തുൽ ഖദർ എന്ന് വീണ്ടും ആവർത്തിക്കണ്ട. ഹിയ ഖൈറും മിൻ അൽഫി ശഹർ, അത്ര മതി. ഇത് 3 സ്ഥലത്തും ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ എന്ന് ആവർത്തിച്ച് പറയാം. ഇത് മലയാളത്തിലൊരു സെന്റൻസ് പറഞ്ഞാൽ അതിൻ്റെ ഒരു അരോചകമാണെന്ന് ഞാൻ പറഞ്ഞത് ഭാഷാപരമായിട്ട് അതിലൊരു മടുപ്പിക്കൽ വരും എന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി മലയാളത്തിലെ സെന്റൻസ് പറഞ്ഞാൽ വേഗം തിരിയും. അറബി തിരിയുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ തിരിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ പറയണം, അബൂബക്കർ എൻ്റെ വീട്ടിൽ വന്നു, അബൂബക്കർ എന്നെ കണ്ടു സംസാരിച്ചു, അബൂബക്കർ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇങ്ങനെ ഒരാളെ നമ്മളോട് സംസാരിച്ചാൽ ഇയാൾക്ക് എന്തോ കുറഞ്ഞ കുഴപ്പമുണ്ടോന്നല്ലേ നമുക്ക് തോന്നുക. അങ്ങനെ പറയേണ്ട കാര്യമല്ലല്ലോ. അബൂബക്കർ എൻ്റെ വീട്ടിൽ വന്നു, അവൻ എന്നെ കണ്ട് സംസാരിച്ചു, അവൻ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി, ഇത്ര പറഞ്ഞാൽ പോരെ. അപ്പൊ ഈ ഒരു ശൈലിയല്ലേ ഏറ്റവും നല്ല ശൈലി, ഏറ്റവും നല്ല ശൈലി ഇതല്ലേ എന്ന് ചിന്തിക്കുക. അപ്പോഴാണ് അതിന് ഭംഗിയുള്ളത്. പക്ഷേ ഖുർആന്റെ ഈ പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇങ്ങനെ പറഞ്ഞിട്ടും അതിന് അരോചകല്ല എന്നുള്ളതാണ് ഒന്ന്. മറ്റേയൊക്കെ പറയുമ്പോഴേ ഒരു സുഖം കിട്ടായ അല്ലേ? ഒന്ന് ഓതി നോക്ക്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. എല്ലാം റായിൽ ഇങ്ങനെ അവസാനിക്കുകയാണ്. ആ ഒരു ചൊറുക്ക് മറ്റേന് കിട്ടൂല. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ഹി വമാ അദ്റാക മാ ഹി ഹിയ ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒഴുക്ക് കിട്ടൂല. അപ്പൊ അതില് അങ്ങനെ പറഞ്ഞിട്ടും അതിന് ഭംഗിക്കുറവൊന്നുമില്ല. എന്നാലും ഭാഷാ നിയമം അറിയുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും അതൊരു അനാവശ്യ ശൈലിയല്ലേ. അല്ല,
ബഹുമാനപ്പെട്ടവർ പറയാണ്, അള്ളാഹു അനാവശ്യമായ ഒരു പദപ്രയോഗം പോലും ഖുർആനിൽ നടത്തൂല. ആവശ്യമില്ലാത്ത ഒരു വാക്കുപോലും അള്ളാഹ് പറയൂല. അപ്പൊ ഇവിടെ ലൈൽ 3 വട്ടം ആവർത്തിച്ചത് എന്തിനായിരിക്കും? അതതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തിട്ടാണ്. അതതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തിട്ടാണ്. അങ്ങനെ ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ചില വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതാണെങ്കിൽ അതിങ്ങനെ പറയും അല്ലേ? ഇസ്ലാം നീതിയുടെ മതമാണ്. ഇസ്ലാം സംയമനത്തിന്റെ മതമാണ്. ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണ്. അവിടെയൊക്കെ ഇസ്ലാം എന്ന് ആവർത്തിക്കുന്നതിനാ ഭംഗി. അത് എന്ന് പറഞ്ഞാൽ അത്ര ഊക്ക് കിട്ടൂല. അതിന് ഓരോന്നിനും ഓരോ ശൈലിയുണ്ട് എന്നതുപോലെ ഈ ആവർത്തിക്കുന്നത് കൊണ്ട് എന്തോ ഒരു നേട്ടം ഉണ്ടാകും. ആ നേട്ടം ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഞാൻ കണ്ടെത്തിയത് ലൈലത്തുൽ ഖദറിലെ അക്ഷരങ്ങൾ 9 ലൈലത്തുൽ ഖദറിലെ അക്ഷരങ്ങൾ 9 9 അക്ഷരം തന്നെയല്ലേ ലൈലത്തുൽ ഖദറിലുള്ളത്? പെട്ടെന്ന് പറയുമ്പോൾ തന്നെ ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാത്തപോലെ ഒന്ന് വിരലുമ്പോൾ കൂട്ടി വെക്കുക. ലൈലത്തുൽ ഖദറിൽ 9 അക്ഷരം ഉണ്ടാവുക. 3 വട്ടം ലൈലത്തുൽ ഖദർ എന്ന് അടിക്കടി ആവർത്തിച്ചത് കൊണ്ട് മഹാനവറുകൾ കൂട്ടുകയാണ്. ഇവിടെ ഒരു ഏതുണ്ട്? മാത്തമാറ്റിക് രഹസ്യം ഇവിടെ വരുന്നുണ്ട്. ഒരു ഗണിതശാസ്ത്ര രഹസ്യം വരുന്നുണ്ട് ഇവിടെ. അതെന്താ? അദ്ദേഹം പറയാണ്, 9 എത്ര? 27. അപ്പൊ 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ എന്നൊരു സൂചന ഞാൻ അതിൽ നിന്ന് വായിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. നിഗമനാട്ടോ, ഞാൻ ആദ്യം പറഞ്ഞു നിഗമനാണ്. 21 പറഞ്ഞവരുണ്ട്, 23 പറഞ്ഞവരുണ്ട്, 25 പറഞ്ഞവരുണ്ട്, 27 പറഞ്ഞവരുണ്ട്, 29 പറഞ്ഞവരുണ്ട്. എന്തിനാ എല്ലാം പറഞ്ഞു? എല്ലാ മഹാന്മാരും കൂടെ 27 ഒപ്പാടെ നിന്നിരുന്നെങ്കിൽ പിന്നെ ഒരൊറ്റ ദിവസം വേറെ പണിയെടുക്കൂല. നമ്മൾ 27 ലൈലത്തുൽ ഖദർ എന്നാണ് ഉറപ്പിക്കും. അതേസമയം മഹാന്മാർ വിവിധ പക്ഷത്തുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും അധ്വാനിക്കാൻ നോക്കും. അതന്നെയാണ് അതിന്റെ നേട്ടം. എല്ലാ ദിവസവും നമ്മൾ പരമാവധി അധ്വാനിക്കണം എന്ന് തോന്നും. ഈ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് ഇത്തരത്തിലുള്ള നിഗമനങ്ങളിൽ എത്താൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഇപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണം പറയുന്നിടത്ത് ഖുർആനിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണം നോക്കിയാൽ കിട്ടൂല. കിട്ടുമോ? ആകെ കൺഫ്യൂഷനായി കിടക്കുകയാണ്. ഞാൻ അൽഫി വത്തുൽ മീനൊക്കെ ഓതുന്ന സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ അൽ കഹ്ഫിലേക്ക് ഓത്തെത്തിയിട്ടുണ്ടാവില്ല, തഫ്സീർ ഓതി അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല, തഫ്സീർ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. എന്നാൽ അന്ന് അറബി ഭാഷ നമുക്ക് കുറച്ചൊക്കെ പിടിപാടിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഈ അൽ കഹ്ഫ് ഇങ്ങനെ ഓതുമ്പോൾ ഗുഹാവാസികളുടെ കഥ പറയുന്നിടത്ത് സയഖൂലൂന സലാസത്തുർ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ് വയഖൂലൂന സബ്അത്തുൻ വസാമിനുഹും കൽബുഹും ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറൻ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദാ എന്ന് പറഞ്ഞ ഈ ആയത്ത് ഇങ്ങനെ വെള്ളിയാഴ്ച ഓതുമ്പോൾ ഇങ്ങനെ തോന്നും, അസ്ഹാബുൽ കഹ്ഫ് ഈ ഗുഹാവാസികൾ ഒരു വലിയ സംഭവമാണല്ലോ. ആഴ്ചതോറും അൽ കഹ്ഫ് ഓതണമെന്ന് വെറുതെ പറഞ്ഞതല്ല. അതൊക്കെ ഓതിയാൽ ഒരുപാട് ഗുണപാഠങ്ങൾ അതിൽ നിന്ന് കിട്ടാനുണ്ട്. അറിഞ്ഞു ഓതുകയാണെങ്കിൽ എന്തുകൊണ്ട് എണ്ണം പറഞ്ഞില്ല? അള്ളാഹ് കൺഫ്യൂഷൻ ആക്കി ഇങ്ങനെ വിടുക അല്ലെ? എണ്ണത്തിന്റെ കാര്യത്തിൽ ചിലര് പറയും 3 + 1 4 സലാസത്തുർ റാബിഉഹും കൽബുഹും. 3 ആളും കാവൽപ്പട്ടി നായ 4-മനായിട്ട്, 4-മത്തത് നായ, 3 4-മത്തത് നായ. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ദൂതന്മാരുടെ ഇടയിൽ അഭിപ്രായം. അത് അള്ളാഹു പറയാണ്, നിബിധങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് വയഖൂലൂന വേറൊരു ടീം പറയും ഖംസത്തുൻ സാദിസുഹും കൽബുഹും. 6 + 1 5 + 1 6. ഈ പ്ലസ് പറയുന്ന നായാണ്. 5 + 1 6. വേറെ അഭിപ്രായമുണ്ട് ഇത് സംബന്ധമായിട്ട്. റജ്മൻ ബിൽ ഗൈബ്, ഉന്നം നോക്കാതെയുള്ള ഏറാണ് ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ. കൊണ്ടെങ്കിൽ കൊണ്ടു എന്നുള്ള നിലക്കുള്ള ഏറാണ്. കിട്ടിയെങ്കിൽ കിട്ടു. ചക്കട്ടപ്പം മുയലിട്ടുകാറുണ്ടല്ലേ, അതുപോലെയുള്ള കിട്ടൽ കിട്ടിയാൽ കിട്ടി. ഇതൊന്നും ഒരു തീർപ്പ് കൽപ്പിച്ച വർത്താനല്ല. അങ്ങനെ അങ്ങോട്ട് പറയാണ്, തൊള്ളേ തോന്നിയ അഭിപ്രായങ്ങളൊക്കെ വിളിച്ചു പറയാണ് എന്ന നിലക്കുള്ള അഭിപ്രായമാണ് പറയുന്നത്. വയഖൂലൂന സബ്അത്തും വസാമിനുഹും കൽബുഹും. വേറൊരു കൂട്ടർ പറയും 7 + 1 8. 7 ആളും നായയുമാണ്. അങ്ങനെ പറയുന്നവരും ഉണ്ട്.
നബിയെ തങ്ങൾ ഈ കാര്യത്തിൽ പറയേണ്ട തീർപ്പ് എന്താണ്? ഖുൽ, നബിയെ തങ്ങൾ തീർപ്പ് കൽപ്പിച്ച് പറഞ്ഞോളണം. റബ്ബി യഅലമു ബിഇദ്ദതിഹിം, അവരുടെ യഥാർത്ഥ എണ്ണം എന്റെ പടച്ചോനെ അറിയൂ, അള്ളാഹ്ക്കേ അവരുടെ എണ്ണം അറിയൂ. അങ്ങനെ പറയുമ്പോൾ ഉറപ്പിച്ച് പറയുന്നത് അല്ലാഹു അഅലം എന്നുള്ള, എത്രയാണ് അവരുടെ നമ്പർ അല്ലാഹു അഅലം. എന്തേ അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്തത്? ഖുർ റബ്ബി യഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. വളരെ അതിസമർത്ഥന്മാരായ ചുരുക്കം ചില പേർക്കും അവരുടെ എണ്ണം അറിയാം. അള്ളാഹ് വരിന്റെ ഇടയിൽ പറഞ്ഞു വെച്ചു മാ യഅലമുഹും ഇല്ലാ ഖലീൽ. വളരെ തുച്ഛ ആളുകൾക്കും അതറിയാം. അള്ളാഹ്ക്കറിയാം, വളരെ തുച്ഛം ആളുകൾക്കും അറിയും. അള്ളാഹ് അറിയുന്ന ആ സത്യം വളരെ തുച്ഛം ആളുകൾ അറിയും. മാ യഅലമുഹും ഇല്ലാ ഖലീൽ. അതുകൊണ്ട് ഫലാ തുമാരി ഫീഹിം മിറാഅൻ ളാഹിറ, നബി ഇല്ലാ മിറാഅൻ ളാഹിറ. നബിയെ തങ്ങള് അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണത്തെ ചൊല്ലി ഒരു ഉപരിപ്ലവ തർക്കത്തിനല്ലാതെ ആഴത്തിലുള്ള ഒരു തർക്കത്തിൽ നിങ്ങൾ ജൂതന്മാരുമായി ഇടപെടരുത്. എണ്ണത്തിൽ ഒരു കഥയുമില്ല. എണ്ണത്തിനല്ല പ്രാധാന്യം, ഞാൻ തങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനാണ് പ്രാധാന്യം. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദൻ വറബത്നാ അലാ ഖുലൂബിഹിം. ഇൻഷാ അല്ലാഹ് അത് ചെന്നൈയിൽ വെച്ച് നമുക്ക് പറയാം വിശദമായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ ചെറുപ്പത്തിൽ അൽഫിം പത്തിന്മയൊക്കെ ഓതുന്ന കാലത്ത് എനിക്ക് തോന്നിയിരുന്നു, ഇതാരാ പോയി പറയണത്? സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും. ആരാത് പറയുന്നത്? അല്ലല്ലേ? അപ്പൊ അള്ളാഹ്ക്ക് തന്നെ അതിലൊരു പിടുത്തല്ലേ എന്നല്ലേ അങ്ങനെ തോന്നിപ്പോവല്ലേ നമുക്ക്? അള്ളാഹു അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ യുക്തി മനസ്സിലാകുന്നത്. അള്ളാഹു എന്തിനാണ് അങ്ങനെ പിടുത്തം കിട്ടാതെ ആക്കി വെച്ചത്? ഏതായാലും അള്ളാഹ് പറഞ്ഞു അള്ളാഹ്ക്കേ അറിയുള്ളൂ, വളരെ കുറഞ്ഞ ആളുകൾക്കും അറിയും. ഈ ആയത്ത് ഇങ്ങനെ ഓതിയപ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് പറഞ്ഞു, ഞാൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസിന്റെ ബുദ്ധി പറയാൻ വേണ്ടി പറഞ്ഞതാ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് പറഞ്ഞു, അന മിനൽ ഖലീൽ, ഞാൻ ആ ചുരുക്കം ചിലരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഇത് അഹങ്കാരല്ല. വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹ് പറഞ്ഞതല്ലേ പടച്ചോനെ, അള്ളാഹ് ഈ കുട്ടിക്ക് വലിയ അറിവാട്ടോ കൊടുത്തത്. അല്ല, അള്ളാഹിന്റെ റസൂല് അഭിനന്ദിച്ചതാ അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ ഒരു സദസ്സിലിട്ട്. ഈ കുട്ടിക്ക് അള്ളാഹ് കൊടുത്തത് വല്ലാത്ത അറിവാട്ടോ. ഒരു വിഷയത്തിന് മറുപടി പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് അനുമോദിച്ചു മുത്തുനബി. അപ്പൊ ആ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് പറയാണ്, ഞാൻ ആ ഖലീലിൽപ്പെട്ട ആളാന്ന് കുട്ടിക്ക് എനിക്കറിയാം. അസ്ഹാബുൽ കഹ്ഫ് എത്രയാണ്? അപ്പൊ സഹാബത്ത് ചോദിച്ചു എത്രയാണെന്ന് ചോദിച്ചു. അസ്ഹാബുൽ കഹ്ഫ് എത്ര ഞങ്ങൾ പറയും? അപ്പൊ പറഞ്ഞു 7 1 8 അപ്പൊ ചോദിച്ചാൽ അതെങ്ങനെ നിങ്ങൾ പറയുന്നത്? അള്ളാഹ് 3 അഭിപ്രായം പറഞ്ഞിട്ട് ഖുർ റബ്ബി യഅലമു ബിഇദ്ദതിഹിം എന്നല്ലേ പറഞ്ഞത്. അത് എണ്ണം പിടുത്തം തരാതിരിക്കാൻ വേണ്ടി അള്ളാഹ് സംസാരിച്ചതാണ്. ബുദ്ധിയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും വിധത്തിലും അള്ളാഹ് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മാ യഅലമുഹും ഇല്ലാ ഖലീൽ എന്ന് പറഞ്ഞത്. ഞാനത് മനസ്സിലാക്കിയത് ആദ്യത്തെ 2 അഭിപ്രായം പറഞ്ഞിട്ട് സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നു റജ്മം ബിൽ ഗൈബ്. ഇത് ഉന്നം നോക്കാതെയുള്ള ഏറാണ്. ഇത് ഉന്നം നോക്കാതെയുള്ള ഏറാണ്, ഇരയെ കാണാതെയുള്ള ഏറാണ്. പിന്നെ ഇപ്പൊ ചക്കട്ടപ്പം മുയൽ കിട്ടിയെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം ചക്കട്ടപ്പം മുയൽ കിട്ടി. അതേ രൂപത്തിൽ കൊണ്ടുവന്ന നിലക്കുള്ളൊരു അഭിപ്രായ പ്രകടന ഇതൊക്കെ. അതിന്റെ ശേഷം റജ്മം ബിൽ ഗൈബ് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 3 കഴിഞ്ഞിട്ടല്ലേ റജ്മം ബിൽ ഗൈബ് പറയേണ്ടത്? 2 കഴിഞ്ഞിട്ട് റജ്മം ബിൽ ഗൈബ് പറയുമ്പോൾ ഇത് കമ്മട്ടാണ്, ഇപ്പുറത്തുള്ളത് കൃത്യമാണെന്ന് മനസ്സിലാക്കാം. അതാണ് മാ യഅലമുഹും ഇല്ലാ ഖലീൽ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്ര വലിയ ബുദ്ധിയുള്ള മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് 27 കൂടുതൽ സജീവാക്കണം. അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളെല്ലാം സജീവാക്കണം. എന്തേ ഇത് പറയാതിരുന്നത് പടച്ചോൻ? അതും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കാം. അള്ളാഹു എന്തുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസാന്ന് പറഞ്ഞില്ല? അത് പറഞ്ഞാൽ നമുക്ക് എന്ത് സുഖമായിരുന്നു അല്ലെ? ആ ഒരൊറ്റ ദിവസം ഒരുങ്ങിയാൽ നമുക്ക് വലിയ നേട്ടം കിട്ടൂലായിരുന്നു. അതെ, അത് കണ്ടിട്ട് തന്നെയാണ് അള്ളാഹ് പറയാതിരുന്നത്. ആ ഒരു ദിവസം കൊണ്ട് 80 ചില്ലാനം വർഷങ്ങളുടെ ലാഭങ്ങൾ അന്ന് മുണ്ടും മാറ്റി നിങ്ങൾ കൊയ്തെടുത്ത് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വിശ്രമിക്കും, അല്ലെങ്കിൽ കൂത്താടും. അത് വേണ്ട. ഇങ്ങനെ ഒരു ദിവസമുണ്ട്. ആ ദിവസം ഉറപ്പായിട്ട് കിട്ടണമെങ്കിൽ 1 മാസം അധ്വാനിക്കണം. 90% കിട്ടണമെങ്കിൽ 10 ദിവസമെങ്കിലും അധ്വാനിക്കണം അവസാനത്തെ 10 എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ദിവസം ഈ ഒരു ദിവസം എത്തിപ്പിടിക്കാൻ വേണ്ടി ഇബാദത്തുകൾ അധികരിപ്പിക്കുമല്ലോ.
റാസി ഇമാം പറഞ്ഞു, ഒന്ന് നമ്മൾ സാധാരണ ഇപ്പം നമുക്കൊക്കെ അറിയുന്ന സംഗതിയാണ്, തക്സീറുൽ ഇബാദത്തിന് വേണ്ടിയാണ്, ഇബാദത്ത് അധികരിപ്പിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തത് റാസി ഇമാം പറഞ്ഞ ഒരു അത്ഭുതകരമായ ഒരു മറുപടിയുണ്ട്. ഇബാദത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, മഹാനവറുകൾ പറഞ്ഞു, രണ്ടാമത് അള്ളാഹു ഈ ദിവസം നിർണയിച്ചു തരാതിരുന്നത് നമ്മളെ പേടിച്ചിട്ടാണ്. അത് ഉൾക്കൊള്ളാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും കേട്ടോ. ആദ്യം എന്താ പറഞ്ഞത്? ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ആ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഈ ഉമ്മത്ത് കൂത്താടുവെന്ന് പേടിച്ചിട്ടാണ്. കൂത്താടുവെന്ന് പേടിച്ചിട്ടാണ്. നല്ല രാത്രിയാകുമ്പം, നല്ല പകലാകുമ്പം, നല്ല സമയാകുമ്പം, നല്ല സ്ഥലമാകുമ്പം അവിടെ നന്മകൾക്ക് വർധനവുള്ളതുപോലെ തിന്മകൾക്ക് ഗൗരവവും കൂടുമല്ലോ. നമ്മൾ നാട്ടിൽ നിന്ന് ഒരാൾ വ്യഭിചരിക്കും പോലെയാണോ ഹറമെന്ന് വ്യഭിചരിച്ചാൽ കാണുക? അതിന് കുറച്ചും കൂടെ ഗൗരവല്ലേ? കുറച്ചും കൂടെ അല്ല അല്ലേ? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഗൗരവല്ലേ അതിന്? പടച്ചോനപ്പേടി എന്ന് പറഞ്ഞ ഒന്ന് 4 അയലത്തുകൂടെ പോയവന് അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇത് വിഷയത്തിന് നന്മക്ക് പ്രതിഫലം വർദ്ധിക്കുമ്പോൾ തിന്മക്ക് ഗൗരവവും കൂടും. പ്രബലമായ അഭിപ്രായം, അഭിപ്രായ വ്യത്യാസമുള്ളൊരു സംഗതിയാണ്. പ്രബലമായ അഭിപ്രായം തിന്മക്ക് ഇതുപോലെ ഇരട്ടി ശിക്ഷകൾ കൂടൂല എന്നാണ് പ്രബലമായ അഭിപ്രായം. എന്നാലും നല്ല ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കൂടും. ഹറമിൽ നിന്നൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 1,00,000 സുബ്ഹാനല്ലാഹ് പറഞ്ഞ കൂലിയ. ഹറമിൽ നിന്നൊരു ഗീബത്ത് പറഞ്ഞാലോ 1,00,000 ഗീബത്ത് പറഞ്ഞ കുറ്റമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രബലമായ അഭിപ്രായം അല്ലാഹു അൽ-അദ്ലു ജല്ല ജലാലു ആയ റബ്ബ് ഹസനത്തുകൾ മാത്രമാണ് ഇരട്ടിപ്പിക്കുക എന്നാണ് പ്രബലം. എന്നാലും ഈ പറഞ്ഞ പണ്ഡിതന്മാര് മറുപക്ഷത്തുള്ളത് കൊണ്ട് പേടിക്കണം. വിഷയം ഗൗരവാണ്, വിഷയം ഗൗരവാണ്. ഏതായാലും നാട്ടിൽ നിന്ന് ചെയ്യും പോലെ അല്ല. 1,00,000 കാര്യത്തിലാണ് ഇപ്പം നമുക്ക് തർക്കമൊക്കെ ഉള്ളൂ. വിഷയം ഗൗരവം തന്നെയാണ്. അവിടെ നിന്നൊരു തിന്മയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ്. ചെയ്യൽ പിന്നെയല്ലേ. അള്ളാഹു കാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് കിടപ്പെങ്കിൽ ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തെക്കാൾ പുണ്യമുള്ള രാവാണ്. പക്ഷെ അന്ന് തെറ്റ് ചെയ്താൽ അതിന് ഗൗരവം കൂടൂലേ? അപ്പൊ അറിഞ്ഞുകൊണ്ട് എൻ്റെ ഈ അടിമകൾ അവര് ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണ് അറിഞ്ഞാലും വേണ്ടാത്തരം ചെയ്യിപ്പിച്ചൂടാന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു അത് ചെയ്യാതിരുന്നത്. ചിലർക്കൊക്കെ വിയോജിപ്പുണ്ടാവില്ലേ? ലൈലത്തുൽ ഖദ്ർ ഒന്നും എന്നാന്ന് പറഞ്ഞാൽ പിന്നെ അന്നൊരു കൂത്താട്ടം ഉണ്ടാവില്ല, അന്ന് ഞങ്ങൾ പള്ളിയിൽ തന്നെ ആയിരിക്കും. അതൊക്കെ ഒരു ദിവസമാണ് നിർണയിച്ചു തന്നെങ്കിൽ വെറുതെ പറയാം. അതിന് റാസി ഇമാം പറഞ്ഞ ആ ഭാഗം നമുക്ക് തിരിയണമെങ്കിലേ അള്ള നിർണയിച്ച് തന്ന സമയവും കാലമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്താ കാട്ടുന്നതെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണം വെള്ളിയാഴ്ചൻ്റെ കാര്യത്തിൽ ഒരു തർക്കമില്ല അല്ലേ? ദുആക്ക് ഉത്തരമുണ്ട് എന്ന് ഉറപ്പാ ആ പകൽ സമയത്ത്. അത് 30 ദിവസത്തിലൊരിക്കലൊന്നും അല്ല പറഞ്ഞത്. ആ പകലിൽ അതെന്നെ ഇമാം മെമ്പറിൽ കയറി നിസ്കാരം കഴിയുന്നതിൻ്റെ ഇടയിൽ ഒന്നും കൂടെ ലളിതാക്കി തന്നു. എന്നിട്ട് പോലും റോട്ടിൽ വന്നിട്ട് ചിരിയും തോളിലിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് പറയുമ്പോൾ കയറി വരാനും ആ ഖുതുബക്ക് കൂടണം എന്നുള്ള ബോധം നമുക്കുണ്ടോ? ഇല്ല. ഇനി അതുപോലെ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു രാത്രിയാണ് പെരുന്നാൾ രാത്രി. നബി തങ്ങൾ ഇങ്ങനെ എണ്ണുകയാണ് 2 പെരുന്നാൾ രാവുകൾ, ബറാഅത്തിന്റെ രാവ്, ഖദറിന്റെ രാത്രി. ഇതൊക്കെ ദുആക്ക് ഉത്തരമുള്ള രാവുകളാണ്. 4 രാവുകൾ ഒരുമിച്ചെണ്ണി ഒരു ഹദീസിൽ. അതിലിപ്പോ 2 പെരുന്നാൾ രാവ് അത് കൺഫ്യൂഷൻ അല്ലല്ലോ, ആശയക്കുഴപ്പത്തിലുള്ള സംഗതി അല്ലല്ലോ. ആശയക്കുഴപ്പമൊന്നുമില്ല അവിടെ, ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരു ആശയക്കുഴപ്പമില്ല. അത് ഉറപ്പ്. ചൊവ്വാൽ 1 ചെറിയൊരുനാൾ അല്ലേ? ദുൽഹിജ്ജ 10 വലിയൊരുനാൾ. ബലി പെരുന്നാൾ അന്നാണ്, ചെറു പെരുന്നാൾ, ബലി പെരുന്നാൾ. ഇതൊക്കെ ദിവസം ഫിക്സ്ഡ് ആണ്. എന്നിട്ട് ആ പെരുന്നാൾ രാത്രി നമ്മൾ നടത്തുന്ന ഈദ് നൈറ്റ് പരിപാടി ഒന്നാലോചിച്ച് നോക്കുക. ഈദ് നൈറ്റ് പരിപാടി അള്ളാഹു റസൂലും പൊരുത്തപ്പെടാത്ത ഈദ് നൈറ്റ് അതല്ലേ നടത്തുന്നത്? അപ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ താല്പര്യമാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അല്ലാഹ് ഇന്ന ദിവസമാണ് ഖദറിന്റെ രാത്രി എന്ന് പറയാതിരുന്നത് ഇപ്പൊ ഈദ് നൈറ്റ് സഹിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു ഖദർ നൈറ്റും കൂടി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഗാനമേളയും കൂത്താട്ടുമായിട്ടൊരു ഖദർ നൈറ്റ് ഉണ്ടാവും. അതും കൂടെ താങ്ങണ്ടെന്ന് കരുതിയിട്ടാണ്. നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ എന്താ ഉള്ളത്?
റാസി ഇമാമിന്റെ മുമ്പിൽ തലയല്ല കുമ്പയടക്കം കുലുക്കി സമ്മതിക്കേണ്ടി വരും അല്ലേ? ഇമാം റാസിയോട് പറയേണ്ടി വരും, നിങ്ങൾ പറഞ്ഞത് ഓക്കെ ശരിയാണ്. കാരണം ആ കോലത്തിലാണ് നമ്മുടെ ജീവിത രീതി. അപ്പൊ അറിഞ്ഞുകൊണ്ട് എൻ്റെ അടിമകളെ കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അറിഞ്ഞോണ്ട് ലൈലത്തുൽ ഖദറിന് കുറ്റം വാങ്ങണ്ടല്ലോ, അറിയാതെ കൊടുങ്ങാണെങ്കിൽ കുടുങ്ങിക്കോട്ടെ, എന്നാലും അറിഞ്ഞോണ്ട് കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ഈ അടിമകളോട് റഹ്മത്ത് കാണിച്ചിട്ടാണ് പടച്ചോൻ ഇത് പറഞ്ഞു തരാതിരുന്നത്. സ്നേഹം കാണിച്ചിട്ടാണ് ലൈലത്തുൽ ഖദറിന്റെ ഡേറ്റ് പറയാതിരുന്നത് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്.